ചാനൽ ബിഗ് ബി പാന്തർ. അപ്പം ഞാൻ വന്നിരിക്കുന്നത് ഡൈനോസറിൻ്റെ എഗ്ഗൊക്കെ മോഷ്ടിക്കുന്ന ഒരു ഗെയിമായിട്ടാണ്. അപ്പം ഡൈനോസറിൻ്റെ എഗ്ഗ് മോഷ്ടിക്കല്ല നമ്മൾ ചെയ്യുന്നത്, ഡൈനോസറിൻ്റെ എഗ്ഗ് ഇവിടുന്ന് കുഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്കൊരു എഗ്ഗ് കിട്ടി. ആ എഗ്ഗ് നമ്മൾ ഓക്കെ ഇവിടെ ഹാച്ച് ചെയ്യാൻ വെക്കണം. ഹാച്ച് ഇത്ര സെക്കൻഡ് ആകുമ്പോൾ നമുക്ക് ഹാച്ചായി കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിങ്ങനെ പൊരുക്കിയിട്ട് ഇങ്ങനെ ഹാച്ച് ചെയ്യണം. തൊട്ട് ഹാച്ച് ചെയ്ത് ഓക്കെ. നമുക്കിപ്പോൾ ഏതൊരു ഡൈനോസറിന് കിട്ടിയപ്പം നമ്മൾക്ക് ആ ഡൈനോസർ ഇങ്ങനെ പൈസ തരും. ചാടണം കേട്ടോ. ഓക്കെ ഓക്കെ, ഇപ്പം നമ്മളങ്ങോട്ടോ വിളിക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ഇവർ പറയുന്ന പോലെ ചെയ്യാം, എന്നിട്ട് നമുക്ക് ഇവിടെ ഇഷ്ടത്തിന് ചെയ്യാം. പിന്നെയും ഒരു എഗ്ഗ് കിട്ടി. ഇതും നേരെ പോയി ഹാച്ച് ചെയ്യാൻ വെക്കുക. പിന്നെയും പോവുക, എഗ്ഗ് എടുക്കുക. വലിയ കിട്ടി, വലിയ എഗ്ഗ് കിട്ടി. വലിയ എഗ്ഗാണ് നമുക്ക് കിട്ടിയത്. നമുക്ക് അത്ര പൈസ ഇല്ല ഗായ്സ്, നമുക്ക് ആകെ $27 എങ്ങാനും ഉള്ളൂ. പക്ഷേ ഇപ്പം കഴിയുന്നത് നോർമൽ ഇതേപോലത്തെ എഗ്ഗൊക്കെ എടുത്തിട്ട് പൊട്ടിക്കുക. എന്നിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഡയമണ്ട് വർക്ക് ഉണ്ടോ? ടെൻക്കേടാ അങ്ങനെ ഡയമണ്ട് വർക്കണ എനിക്ക് വേറെ എഗ്ഗ് അതൊന്നും എനിക്ക് അറിയത്തില്ല. ഓക്കെ, ഇനി $50 ഉള്ളൂ. അപ്പോൾ നമ്മളത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ എഗ്ഗ് ഹാച്ച് ചെയ്യാം. ചിറക് പൂ പോലത്തെ എന്തോ ഒരു പൂവൊക്കെ വിരിഞ്ഞിക്കണ ഒരു ഡൈനോസറിനെ കിട്ടി, എന്താ അറിയില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ഡൈനോ പാർക്ക് ഫുള്ളായിട്ടും എക്സ്പാൻഡ് ചെയ്ത് വലിയൊരു ഡൈനോ പാർക്ക് തന്നെ ആക്കണം. അതാണ് നമ്മൾ ലക്ഷ്യം നോക്കി തോന്നുന്നുണ്ട്. നമുക്ക് ഇനി ഇവിടെ കിട്ടണ മിക്ക പൈസ നമുക്കിങ്ങനെ എടുത്തിട്ട് പുതിയ എഗ്ഗ് അങ്ങോട്ട് വാങ്ങിക്കുക. പുതിയ എഗ്ഗ് അങ്ങോട്ട് എടുക്കാം. ഇവിടുന്ന് നല്ല നല്ല എഗ്ഗൊന്നും കിട്ടത്തില്ല. നടക്കണ നല്ല പരിപാടി ചെയ്താൽ മതി. നമുക്കെന്തായാലും കുറച്ച് എഗ്ഗ് ഇതിങ്ങനെ എടുക്കാം. ഇതിനിപ്പോൾ ഇങ്ങനെ കളയണ്ടേന്ന് ആലോചിച്ചിട്ടാണ്. നമുക്ക് ഈ ചെറിയ ഹോട്ടലുള്ള കേട്ടോ എടുക്കേണ്ടത്, വലിയ ഹോട്ടലൊന്നും നമ്മളെ കൊക്കിനെ ഒതുങ്ങണമല്ല. എന്തായാലും ഇപ്പോൾ ഈ എഗ്ഗ് ഹാച്ച് ചെയ്യാം. $3 പോരാ കഴിച്ചു. എടാ വീണ്ടും എന്നപ്പോൾ സംഭവിച്ചേ നോക്കാം. വെയിറ്റാക്ക്. എടാ എന്താ ഈ ഡൈനോസറിനെ തന്നെ കിട്ടിയ level 2 level 3 അങ്ങനെ ആവും ഗൈസ്. അത് ശരി, നമുക്കിപ്പം അത്യാവശ്യത്തിന് പൈസ ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് കളക്ട് ഓള് അത് ഓരോ ബക്സ് എടുക്കണം ഗൈസ്. അത് നമുക്ക് പറ്റിയ പരിപാടിയല്ല. ഇതൊന്നും നമുക്കായിട്ടില്ല ഇവിടെ. കിട്ടിയടാ. നമുക്ക് വലിയ ഒറ്റ എഗ്ഗ് വലുത് വാങ്ങാൻ പറ്റും തോന്നുന്നുണ്ട്, അറിയത്തില്ല. യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ ഫൈനലി ഒരു വലിയ എഗ്ഗും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇനി കുറച്ച് ചെറിയ എഗ്ഗ് വാങ്ങാം, അതൊക്കെ പറ്റുള്ളൂ. എന്തായാലും ചെറിയ എഗ്ഗ് വാങ്ങിയിട്ട് വലിയ കാര്യമൊന്നും ഇല്ലെങ്കിലും ഇനി പൈസ ആവുണ്ടോ നോക്കാം. പൈസ ആയിട്ട് ഇനിയും നമുക്ക് പോവാം വലിയ എഗ്ഗ് വാങ്ങാൻ. 2Kൻ്റെ അടുത്ത് വേണോടാ വലിയ എഗ്ഗ് വാങ്ങാൻ. എന്തായിക്കോട്ടെ, നമുക്ക് ഈ ചെറിയ എഗ്ഗ് പാക്ക് ചെയ്യാം. ചെറിയ എഗ്ഗിൽ എന്ത് കിട്ടിയാലും വേണ്ടി ഇല്ലാടാ. പിന്നെ തന്നെയാണോടാ, അതെന്താ റാപ്റ്ററോ? ഈ ഡൈനോസറിൻ്റെ പേര് കാണിക്കുന്നില്ലല്ലോ. ഓക്കെ, ടെർനഡോറസ്, അങ്ങനെ ഒരുപാട് പേരുള്ള ഡൈനോസേഴ്സ് ഉണ്ട്. ഓക്കെ, വലിയ കാട്ടാ ചെയ്യണേ. കിട്ടിയടാ 42 കിട്ടോ. ഓട്ടോ എന്ത് വലിപ്പടോ അതിന്, എൻ്റെ പൊന്ന് ഗൈസ്. ഓക്കെ, നമുക്കൊരു വലിയ എഗ്ഗും കൂടി വാങ്ങാം. ഇത് പൊള്ളിക്കും, നമ്മൾ പൊള്ളിക്കും. തീയൊക്കെ വരക്കുന്നുണ്ട്. ഓക്കെ, അത് നമ്മൾ വേറെ വലിയൊരു എഗ്ഗ് വാങ്ങിയിട്ടുണ്ട്. എടാ, അത് ഗോൾഡാടാ. അങ്ങനത്തെ ചിലപ്പോൾ ഇങ്ങനെ എന്താ പെട്ടെന്ന് ചതിന്നല്ലേ.
ഈ എഗ്ഗ് ഇത് രണ്ടും ഒരുമിച്ച് ഹാച്ച് ചെയ്യാം. ഇത് രണ്ടും ഒരുമിച്ച് ഹാച്ച് ചെയ്യാം. അതിൻ്റെ മുന്നേ നമുക്ക് ഒരു കൂടി പോയി വാങ്ങിച്ച് വരാം. എത്ര 3.5K ആയി ഇപ്പോളെ. ഓക്കെ, ഇനി നമുക്ക് കുറച്ചും കൂടി എഗ്ഗ് എടുത്ത് വരാം. അതാണ് നല്ലത്. നല്ല ഏതെങ്കിലും അവിടെ നോക്കിയാ എൻ്റെ മോനെ പർപ്പിൾ കളറിലുള്ള എഗ്ഗൊക്കെ കൊണ്ടുപോകുന്ന ആൾക്കാർ. എന്തായാലും നമുക്കിപ്പോൾ പറ്റിയതേ കൊണ്ടുവരാൻ കഴിയത്തുള്ളൂ. കൊക്കിന് ആടാ ഇത് സീനാടാ, ഇത് സീനേക്കടാ. ഇതിലേതെങ്കിലും ഇത് കുറേ നമുക്ക് കിട്ടിയടപ്പോൾ ഇപ്പത്തിന് നോക്കിയാൽ ഇത് രണ്ടും പാച്ച് ചെയ്യാം. എന്നിട്ട് മറ്റേത് നമുക്ക് ബാക്കി പൈസ കിട്ടിയിട്ട് പാച്ച് ചെയ്യാം. ഓക്കെ, അടാ ഇത് ലെവൽ 1 ആയിട്ടുള്ള നമുക്ക് കിട്ടിയതിനെ കിട്ടിയത് ഗൈസ്. ഓക്കെ, പുതിയൊരു ഡൈനോസർ കിട്ടിയിട്ടുണ്ട്. എത്രയോ $32 പെർ സെക്കൻഡോ. എടാ അത് ബ്ലൂ ഒക്കെ കൊണ്ടുപോകുന്ന ആൾക്കാർ. ഓക്കെ, എന്തായാലും നമ്മളിപ്പോൾ ഈ എഗ്ഗാണ് കൊണ്ടുവന്നത്. അയ്യോ, ഇതിനുള്ള പൈസ ഇല്ലല്ലോ. ഇതിനുള്ള പൈസ നമ്മളെ ഇല്ല. ഓക്കെ, ഇത് രണ്ട് ഹാച്ച് ആയിട്ടുണ്ട്. ലാച്ചല്ല ഇതായിട്ടുണ്ട്. ഓക്കെ, ലെവൽ 2 പ്രശ്നമില്ല. ലെവൽ 2 ആയില്ല, അത് അത്ര മതി. പുതിയൊരു ഡൈനോസർ ഇടാ. എടാ ഇത് കിട്ടിയത് തന്നെയാണല്ലോ വീണ്ടും കിട്ടുന്നത്. എഗ്ഗ് ഇവിടെ വരുമ്പോൾ അതൊക്കെ ഏതായി കിട്ടുന്നത്. എടാ ഇത് പറ്റുമോ നോക്കാം നമുക്ക്. ഇത് പറ്റിയുണ്ടാവും, എനിക്ക് തോന്നുന്നുണ്ട്. ഇത് പറ്റിയുണ്ടാവുമെന്ന് തോന്നുന്നു. ഇത് പറ്റുമെന്ന് പറ്റിക്കഴിഞ്ഞാൽ ലാഭം. പറ്റൂല. ചിലന്മാരിങ്ങനെ പെർപ്പിളൊക്കെ കൊണ്ടുവന്നു. എടാ ഇത് വേറൊരു ചെങ്ങായിൻ്റെ ബേസ് അങ്ങ് നോക്കിയ ഗൈസ്. പറക്കണ ഡൈനോസറൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്കും ആകണമെന്നുണ്ട്. എടാ ബ്ലൂ വേണ്ട. എടാ ബ്ലൂ വേണ്ട, നമുക്ക് ബ്ലൂ വേണ്ട. ബ്ലൂ ഒന്നും നമുക്ക് പറ്റിയതല്ല. നമുക്ക് എന്തായാലും നമുക്ക് ഇത് ഹാച്ച് ചെയ്തൊക്കെ ഇതിലെങ്കിലും ഒരു നല്ലൊരു ഡൈനോനെ കിട്ടിയെങ്കിൽ. എടാ കിട്ടിയതിനെ തന്നെ വീണ്ടും കിട്ടുന്നേ. എന്തായാലും കുഴപ്പമില്ല. പിന്നെ ഞാൻ പറയാൻ മറന്നുപോയി ഗൈസ്, നമ്മളെ മുടിയൊക്കെ കളറടിച്ചിരുന്നു. ഓക്കെ, മുടിയൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ കോസ്റ്റ്യൂമൊക്കെ ഒന്ന് മാറ്റിയിട്ടു. മറ്റേ തലയിലൊരു തൊപ്പി വെച്ച കണക്ക് ചെയ്യുന്നു. എടാ ഇതിനൊന്നുള്ള പൈസ ഇല്ല ഇപ്പം കരളി നമ്മളിൽ. അയ്യോ ഇത് വേണ്ട, ഇത് കുറച്ച് കുറഞ്ഞു. അവിടെ ഇതെന്താ ഇതിന് മുന്നിൽ തന്നെ ഇങ്ങനത്തെ വലുതൊക്കെയാണല്ലോ ഉണ്ടാക്കുന്നേ. ഇതിനൊന്നുള്ള പൈസ ഇല്ല വച്ചു. ഇതൊന്നും ഇല്ല. അങ്ങനെ എന്തോ ആടാ, ഇത് മില്യണാടാ. നോക്കട്ടെ. ഓക്കെ, പുതിയൊരു ഇതിനെ കിട്ടിയിട്ടുണ്ട്. പുതിയ ഡൈനോസറിനെ കിട്ടിയിട്ടുണ്ട്. ഒരു കഴുത്തൊക്കെ നീണ്ടിട്ടുള്ള ഡൈനോസറിനെ. ഓക്കെ, വീണ്ടും ആ ഡൈനോസറിനെ തന്നെ കിട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ല. അത്രയോട് പറയാനുള്ളൂ. ഓക്കെ, 20. ഇനി നമുക്ക് ആ ബ്ലൂ സാധനം, ബ്ലൂ തുറന്നിട്ട് നമുക്ക് എന്താ കിട്ടണേന്ന് നമുക്ക് നോക്കാം. എടാ എന്താണ് ഇത്? Emotional damage. എടാ ഞാൻ വിചാരിച്ചടാ 23 എടാ അത് ഓറഞ്ചൊക്കെ പൊക്കണോര്. ചേടാ ഞാൻ വിചാരിച്ചു ബ്ലൂ 20 സംതിങ് ആയിരിക്കുന്നത്. ബ്ലൂ ഏകദേശം നല്ല ഇതുണ്ട്. ഇതും കൂടി നോക്കി നോക്കാം. മറ്റേതെന്തെങ്കിലും ഗോൾഡ് ആണെങ്കിലും 65,000 തന്നെയാണ് ഗൈസ് ബ്ലൂവിനും. എന്തായാലും ഇപ്പം പച്ച വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ബ്ലൂ ഒന്നും നമുക്ക് എടുക്കാനായിട്ടില്ല. എന്തായാലും ഞാൻ കുറച്ച് ഗ്രൈൻഡ് ചെയ്യട്ടെ, എന്നിട്ട് ബ്ലൂ എഗ്ഗ് എടുക്കാൻ പറ്റണ ഒരു ഇതിലേക്കാവട്ടെ. ഏകദേശം 3, 4, 5 പച്ചമുട്ടയും 6 പച്ചമുട്ടയും പിന്നെ ഒരു സ്വർണ്ണ കളറുള്ള സാധാ മുട്ടയും കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഫസ്റ്റ് തന്നെ സ്വർണ്ണ കളറുള്ള സാധാ മുട്ട പൊട്ടിക്കാം. ഗോൾഡൻ്റെ തന്നെയാണ് കിട്ടിയത്. നമുക്കിനി പച്ചമുട്ട ഒന്ന് പൊട്ടിച്ച് നോക്കാം. പിന്നെയും കിട്ടിയത് തന്നെയാണ് കിട്ടിയത്. സീനിൽ എന്നാലും അടുത്ത മുട്ട പൊട്ടിച്ച് നോക്കാം. ഇത് കിട്ടിയത് തന്നെ കിട്ടുമ്പോഴാണ് ഗൈസ് ഒരുമാതിരിയാണ് ഗൈസ്. ഫൈനലി ഗൈസ് പുതിയൊന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സമാധാനമായി. പ്ലീസ് പുതിയതൊന്ന് കിട്ടണേ.
എടാ അത് ഇനി മറ്റേ ഒരാന വലുപ്പത്തിലുള്ള സാധനത്തിനാണ് കിട്ടുന്നത്. ലാസ്റ്റത്തെയാണ് എന്താ ആയിക്കോട്ടെ നമുക്ക് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു എഗ്ഗ്. പിന്നെയോ തന്നെ എന്താ ആയിക്കോട്ടെ. എന്തായാലും ഇപ്പം മറ്റേതിനുള്ള പൈസ കിട്ടിയോ എന്ന് അറിഞ്ഞാൽ മതി. ഓക്കെ 63 ഇനിയും നോക്കാം. മറ്റേതിനുള്ള പൈസ കിട്ടിയാൽ മതിയായിരുന്നു ഗൈസ്. കിട്ടിയ ലാഭം ഇനി ഒരു നീല ഓക്കെ നീല കിട്ടി. ഫൈനലി ബ്രോ നീല കിട്ടി. നമ്മൾ നീല ആഡ് ചെയ്യാൻ വെക്കുകയാണ്. നമ്മളെ വേസിൽ നീല ഓടാ 2 മിനിറ്റടാ. ഓക്കെ ബ്ലൂ എഗ് നോക്കാം. ബ്ലൂ എഗ്ഗിൽ എന്തിട്ട് നോക്കാം. ഇന്റെ മോനെ $180 per second. $180 per second ഗൈസ്. എടാ വെയിറ്റ് ചെയ്യാ. ഞാൻ ഇതിലുണ്ടല്ലോ, ഇതിലിനി വേറെ ആരെയും കിട്ടാനുണ്ട്. അയ്യോ മറന്നല്ലാടേ. എടാ ഇത് സീനിട്ടാ. ഈ ബ്ലൂ എഗ് സീന്. ബ്ലൂ എഗ് ഇനിയും വേണം. എനിക്ക് ബ്ലൂ എഗ് ഇനിയും വേണം. ഇത് നമുക്ക് എന്തായാലും വേഗം ആഡ് ചെയ്യാം. അത് വേഗം ആഡ് ചെയ്യാം. 3 കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഒന്നുകൂടി ആഡ് ചെയ്യാം. എടാ പുതിയത് യോ ബ്രോ പുതിയതിനെ അടിച്ചിട്ട് ഇതാണ് നമ്മളെ പുതിയ ഡ്രാഗൺ. ഓക്കെ വലിയ സീനൊന്നുമില്ല. സീൻ ഡ്രാഗൺ തന്നെ ആയിരിക്കണം. ഡ്രാഗൺ അല്ല സോറി ഗൈസ്, ഡൈനോസർ മോട്ട. കാത്ത് നമുക്ക് 3 ബ്ലൂ എഗ് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ആദ്യം 2 ഗ്രീൻ എഗ് ആഡ് ചെയ്യാം. അത് പിന്നെ തന്നെ കിട്ടിയത് സീനില്ല. ഒരു 2 ബ്ലൂ എഗ് ഒരുമിച്ച് അങ്ങ് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരേ മൈൻഡ് ന്യൂ. മറ്റേത് പ്രശ്നമില്ല, നമുക്ക് പറക്കണ ഡൈനോസറിനെ തോന്നുന്നത് കിട്ടിയത്. അറിയില്ല, ഒന്ന് നോക്കാം. ഓക്കെ തോന്നുന്നത് പറക്കണതാണെന്നാണ്, അറിയില്ല. ഈ ഗെയിം കളിക്കാൻ താല്പര്യം എന്താ കളിച്ചോളി. അത്യാവശ്യം നല്ല ഗെയിമിനാണ് ഇത്. അത്യാവശ്യം ലെങ്ത് ഉണ്ട് ഇത്. എനിക്കിപ്പോൾ കുറച്ച് ലാഗ് അടിക്കുന്നുണ്ട്. അപ്പം ഇവിടെ വെച്ചിട്ട് എൻ്റെ വീഡിയോ അതിൻ്റെ പക്കണം. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പം എല്ലാവരോടും ഞാൻ ബൈ പറയുകയാണ്. പീസ് ഔട്ട്.